അപ്പോൾ എല്ലാവരുടെയും ഓണാഘോഷമൊക്കെ അടിപൊളിയായിട്ട് നടന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ പോയി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഓണം വീഡിയോയാണ്. ഓണത്തിന് മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ സാരി ഉടുത്ത ഫൈനൽ ലുക്കൊക്കെ കാണിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബുധനാഴ്ച വൈകുന്നേരം ഞങ്ങൾ ഓണം പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കല്യാണി പോയായിരുന്നേ. ഞങ്ങളൊരു 12 മണിയൊക്കെ ആയിക്കാണ് പോയപ്പോൾ. കാരണം ജയമോന് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജയമോൻ ലേറ്റായിട്ടാണ് വന്നത്. ജയമോൻ ലേറ്റായി വന്നു കഴിഞ്ഞാൽ പോയത്. പിന്നെ ഞങ്ങൾ ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലായിരുന്നു, ജയമോന് ജോലി ആയതുകൊണ്ട്. പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങൾ ലുലുവിൽ പോയി കേട്ടോ. ഉത്രാടപ്പാച്ചിലൊക്കെ കാണാം, അവിടുത്തെ തിരക്കൊക്കെ കാണാമെന്ന് പറഞ്ഞ്. പക്ഷേ അവിടുത്തെ തിരക്ക് കാണാൻ പോയപ്പോഴും 12 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അത് കാരണം കൊണ്ട് അവിടെ നിന്ന് എല്ലാവരും തിരക്കൊക്കെ കഴിഞ്ഞ് പോയായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ 1-2 അച്ചാർ വാങ്ങിച്ചു അവിടുന്ന്. പിന്നെ കുറേ പായസങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതിൽ നിന്നൊരു 3-4 കൂട്ടം പായസമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വന്നേ. പിന്നെ ശനിയാഴ്ചയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. ശനിയാഴ്ചയും ജയമോന് ജോലി ഉണ്ടായിരുന്നു, എങ്കിലും ഓണാഘോഷം കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഹോട്ടലിലാണ് ചോറുണ്ണാൻ പോയത്. ചോറുണ്ണാൻ പോയതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി കേട്ടോ. പിള്ളേരും ഒക്കെ ഒരുങ്ങി, ഞങ്ങളെല്ലാവരും ഒരുങ്ങി. പിന്നെ ഞങ്ങളും ഞങ്ങളുടെ വേറെ 2 ഫാമിലിയും കൂടി ചേർന്നാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ സാരിയൊക്കെ ഉടുത്തു. ഞാൻ സാരിയൊക്കെ പാകത്തിന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഞുറിവ് താഴേക്കൊന്ന് പിടിച്ചിട്ടാലല്ലേ ശരിയാവുള്ളൂ ഒരാൾ. അപ്പോൾ അത് ഞാൻ ജയമോനെ കൊണ്ട് പിടിച്ചിടിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ജയമോൻ എല്ലാ പ്രാവശ്യം ഞാൻ സാരി അങ്ങനെ ഉടുത്തോണ്ട് ഒരുപാട് വെളിയിൽ പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാരി ഉടുത്തോണ്ട് നടക്കാനൊക്കെ ഇച്ചിരി പാടുപോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് സാരി ഉടുക്കാനൊക്കെ അറിയാം കേട്ടോ. കാരണം നമ്മൾ ബ്യൂട്ടീഷ്യൻ പഠിക്കുന്ന സമയത്ത് നമ്മളെ മേക്കപ്പും സാരി ഉടുക്കുന്നതും എല്ലാം നമ്മളെ പഠിപ്പിക്കും. ഇതിപ്പോൾ ഞങ്ങൾ എന്നിട്ട് നടന്നാണ് പോയത്. നമ്മുടെ തൊട്ടടുത്തുള്ള ഹോട്ടലിലായിരുന്നു നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ 1 മണിക്ക് ഞങ്ങൾ അവിടെ ബുക്ക് ചെയ്തിട്ട് പോയതാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് ചെന്നപ്പോൾ 3 മണിയായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു അവിടെ. പിന്നെ നമ്മൾ സ്ഥിരം പോണ ഒരു ഹോട്ടലായതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല കേട്ടോ. നമുക്ക് വേഗം അവർ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അവിടെ ഇങ്ങനെ നമുക്ക് ഒരു ഇലയിലേക്ക് കറികളൊക്കെ വെച്ചിട്ട് ഒരു ട്രേക്കകത്ത് ഇലയാക്കിയിട്ട് ആദ്യം കൊണ്ടുപോയി തരും. അത് കഴിഞ്ഞിട്ടാണ് അവർ റൈസ് നമുക്ക് സെർവ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും കഴിക്കാൻ തുടങ്ങി. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഇനി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇന്നേ. കാരണം ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസില്ലേ, ഇത് ഞാൻ സ്വന്തമായിട്ട് തയ്ച്ച ബ്ലൗസാണ്. ഞാൻ നേരത്തെ ബ്ലൗസ് തയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ എനിക്കും എൻ്റെ മോൾക്കും വേണ്ടിയിട്ട് 1-2 ഫ്രോക്കും അങ്ങനത്തെയൊക്കെ തയ്ച്ചിട്ടുണ്ട്. ബ്ലൗസ് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തയ്ക്കണത് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ തയ്ച്ച് വെച്ച ബ്ലൗസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അതിൽ കുറച്ച് വീഡിയോ മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ട് കേട്ടോ. 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു, പാലട ഉണ്ടായിരുന്നു, അടപ്രഥമൻ ഉണ്ടായിരുന്നു, പിന്നെ വീറ്റ് പായസം ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. പിന്നെ സദ്യ എന്നൊക്കെ പറഞ്ഞാൽ ഹോട്ടലിൽ ശരിക്കും ഞങ്ങൾ ആ ഒരു വൈബിന് വേണ്ടിയിട്ടാണ് ഹോട്ടലിൽ പോണത്. ഹോട്ടലിലെ സദ്യ ഉണ്ണുക എന്ന് പറഞ്ഞാൽ അത്ര രസമുള്ളതല്ല. കാരണം ഭയങ്കര ക്രൗഡായിരിക്കും ഹോട്ടലിൽ സദ്യ ഉണ്ണാനായിട്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ തലേന്ന് ഉണ്ടാക്കി വെച്ച കറികളൊക്കെ ആയതുകൊണ്ട് കറികളൊക്കെ തണുത്ത കറികളായിരിക്കും. അതുകൊണ്ട് സദ്യ ഉണ്ണാൻ അത്ര രസം ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ അടിപൊളിയാണ് കേട്ടോ ഈ ഹോട്ടലിൽ. ഈ ഹോട്ടലിൽ നല്ല, ഇവിടെ ദുബായിൽ ഒട്ടുമിക്ക ഹോട്ടലുകളിലെല്ലാം നല്ല ഭക്ഷണമായിരിക്കും നമുക്ക് കിട്ടണത്. നമുക്ക് അത്രയും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഫുഡും വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ല ഫുഡാണ് ഇവിടുത്തെ ഹോട്ടലുകളിൽ. പക്ഷേ സദ്യ ഉണ്ടാകാൻ നമുക്ക് അത്ര ഇഷ്ടമില്ല. പക്ഷേ നമുക്കൊരു വൈബുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓണം, വിഷു അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവർ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വരുമല്ലോ. അപ്പം നമുക്കും ഒരാഗ്രഹമാണല്ലോ എല്ലാവരും സാരി എടുത്തിട്ട് എങ്ങനെയാണ്, ഏതൊക്കെ മാലയാണ് ഇട്ടത്, കമ്മൽ ഏതാണ് ഇട്ടത്, ചെരുപ്പ് എങ്ങനെയാണ് ഇട്ടത്, എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തേക്കുന്നത്, ഒരുങ്ങി എങ്ങനെയാണ് വന്നതെന്നൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒട്ടുമിക്ക ഓണം, വിഷു ഒക്കെ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് ഈ ഒരു വൈബ് കാണാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മളിടയ്ക്കൊക്കെ നമ്മുടെ വീടുകളിൽ ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീടുകളിലും ഓണസദ്യ ഒരുക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു ഓണം ആഘോഷം കൂടെ വരുന്നുണ്ട്. 1-2 മറ്റോ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കതിന് പോകാൻ പറ്റുമോ അറിയത്തില്ല. ഇവിടുത്തെ മലയാളി കൂട്ടായ്മയുടെ അങ്ങനെയൊക്കെ ആയിട്ട് ഇനിയും ഉണ്ട് ഓണം. 1-2 മാസത്തേക്ക് ഇനി ഇവിടുത്തെ ഓണങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. പ്രവാസികളാകുമ്പോൾ അവർക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ. കാരണം അവർക്ക് ആ ഓണത്തിൻ്റെ സമയത്ത് ഓണം ആഘോഷിക്കാനുള്ള ഒരു അവസരം കിട്ടത്തില്ല എല്ലാവർക്കും കൂടെ, ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട്. അപ്പം അതുകൊണ്ട് പലപ്പോഴായിട്ടായിരിക്കും ഓണം കഴിയണത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഓണസദ്യയൊക്കെ ഹോട്ടലിൽ നിന്നുണ്ട് ഞങ്ങൾ ഇറങ്ങി വരുന്ന കേട്ടോ. ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ പുറകിൽ ആയിരിക്കുമോ അറിയാണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ വന്നു പോയി. അപ്പം ഞാൻ
എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കും, പക്ഷേ ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല കേട്ടോ എൻ്റെ ആ സ്പെഷ്യൽ വീഡിയോസ് അല്ലാതെ. ഇതിപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നമുക്ക് പിന്നെ ഇത് കാണാനൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് വന്ന് നിന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകണതാട്ടോ. അപ്പം നമ്മൾ നടന്നു പോയത് കൊണ്ട് തന്നെ തലയിരിതും അതെല്ലാം ഇങ്ങനെ ഇതായിപ്പോയി. അതിനുശേഷം നമ്മൾ വീട്ടിലെത്തുന്നതാണ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, തിരക്ക് പിടിച്ച് പോകുമ്പോൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഓടിപ്പോയി. തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ജയമോന് തിരിച്ച് വന്നിട്ട് ഓഫീസിൽ പോയി. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ എങ്ങോട്ട് ചെയ്യാനല്ലേ. ബ്യൂട്ടി ടിപ്സ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടും. ഇപ്പോൾ ഞാൻ സാരി എടുത്ത വീഡിയോ ഒക്കെ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനല്ലേ. അപ്പോൾ വീഡിയോ ഞാൻ സാരി എടുത്തതും സാരി ബ്ലൗസ് തയ്ച്ചിരിക്കണതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബായ്.